നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കണ്ടന്റുകൾ, അതിപ്പം ഇമേജസ് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തം കണ്ടന്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കണ്ടന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റീയൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മുടെ വീഡിയോകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്ന് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ആകും. അപ്പൊ മോണിറ്റൈസേഷൻ പോകാതെയും നമുക്ക് റീയൂസ്ഡ് ആയിട്ട് കണ്ടന്റുകൾ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് അതിൽ കുറേയധികം കാര്യങ്ങൾ കാണും. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ആ വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ട്, അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിന്റെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഓഡിയോസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വിഷ്വൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടി ചേർന്നാണ് നമ്മളൊരു വീഡിയോ ആക്കുന്നത്. അപ്പം പലപ്പോഴും ഇങ്ങനെ നമ്മൾ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇപ്പം സൗണ്ട് എഫക്റ്റ് ആയിക്കോട്ടെ, ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ, ഇമേജസ്, വിഷ്വൽസ്, ഇതൊക്കെ നമുക്ക് പലയിടങ്ങളിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഒരാളുടെ വീഡിയോ ടൈറ്റിൽ നമ്മൾ എടുത്ത് നമ്മുടെ വീഡിയോയിൽ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, എന്തെങ്കിലും പോളിസി വയലേഷൻ ആകുമോ, ഈ ഒരു ഡൗട്ട് മിക്ക ആളുകൾക്കുണ്ട്. അതായത് നമുക്ക് ആരുടെ വേണമെങ്കിലും വീഡിയോയുടെ ടൈറ്റിൽ എടുക്കാം. ഇത് ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ കണ്ടന്റ് അല്ല. അത് പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് തരാനോ ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റിൽ എടുക്കുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല. ടൈറ്റിൽ എടുക്കുമ്പോൾ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നല്ല രീതിയിൽ റാങ്ക് ചെയ്യുന്ന കീവേഡുകളൊക്കെ ഉള്ള വീഡിയോകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള വീഡിയോകളുടെ ആ ഒരു ടൈറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയും ആ കീവേഡിൽ റാങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനത് പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പരിധി വരെയൊക്കെ സക്സസ്സുമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ ആരുടെ വേണമെങ്കിലും ഏത് വീഡിയോയുടെ വേണമെങ്കിലും എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഇനി ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്ഷനും കോപ്പി ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആണോ കോപ്പി ചെയ്യുന്നത് ആ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും പോളിസി വയലേഷൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എന്തെങ്കിലും യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടത്തില്ല, നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷമേ നിങ്ങളുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻസ് ഉപയോഗിക്കാവൂ. ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഒന്നും കോപ്പി ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കീവേഡ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം കോപ്പി ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കുക. അടുത്തത് ടാഗ് ആണ്. മറ്റൊരാളുടെ വീഡിയോയുടെ ടാഗ് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കീവേഡ് നമ്മുടെ ആ ഒരു വീഡിയോയെ സെർച്ചിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കാൻ സാധ്യതയുണ്ട്. 100% ഉറപ്പില്ല ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സെർച്ചിലേക്ക് വരുമെന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട ടാഗുകൾ മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് കോപ്പി ചെയ്ത് ആ കീവേഡ്സ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാം. പക്ഷേ ടാഗ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരാളുടെ ഒരു ടാഗ് കോപ്പി ചെയ്തെടുക്കുമ്പോൾ ആ ടാഗിനുള്ളിൽ അവരുടെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ചാനലിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ പേരൊക്കെ ആ ടാഗിന്റെ അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം കോപ്പി എടുത്ത് നമ്മുടെ വീഡിയോയിലേക്ക് ഇടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ നിന്ന് എന്ത് സാധനം കോപ്പി ചെയ്താലും നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ചാനലിലോ നിങ്ങളുടെ വീഡിയോയിലോ പ്രയോഗിക്കാവും. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, അതായത് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ, അതായത് ഉദാഹരണത്തിന് തമ്പനെയിൽ, ഇപ്പൊ നമ്മൾ മറ്റൊരാളുടെ തമ്പനെയിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ആണോ എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. തമ്പനെയിലല്ലേ, അതിൽ എന്ത് പ്രശ്നമാണ്, എന്ത് പോളിസി വയലേഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനും യൂട്യൂബിന് പോളിസി ഉണ്ട്. ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. തമ്പനെയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പോളിസി വയലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്ക് ആയിട്ട് വരും. അപ്പം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു 6-7 വർഷം മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതാണ്. ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തു. അത് തമ്പനെയിലായിട്ട് ഞാൻ ആഡ് ചെയ്തു. പക്ഷേങ്കിൽ ഞാൻ ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ മറ്റൊരു യൂട്യൂബറിന്റെ തമ്പനെയിലിന്റെ ഫോട്ടോ ആയിരുന്നു. പക്ഷേ എനിക്കത് കറക്റ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ തമ്പനെയിലേക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അതിന്റെ ഒറിജിനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. അതായത് അയാളുടെ ഫോട്ടോ അയാളുടെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീഡിയോയുടെ തമ്പനെയിൽ ഉപയോഗിച്ചതിന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. പിന്നെ ഞാൻ അയാൾ സംസാരിച്ച കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റി പിന്നെ തമ്പനെയിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. പക്ഷെങ്കിൽ അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുണ്ട് ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ വല്ലതും നമ്മുടെ തമ്പനെയിൽ കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെയും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ തമ്പനെയിൽ അതേപോലെ കോപ്പി ചെയ്യാൻ നിൽക്കരുത്. ആ തമ്പനെയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ മാറ്റപ്പെടുത്തി
ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കാം. അതല്ലാതെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന തമ്പനയിൽ നിങ്ങൾ നേരെ കോപ്പി ചെയ്തെടുത്തു, അതിനുശേഷം അതിൽ നിങ്ങളുടെ ഫേസ് മാത്രം മാറ്റിയിട്ട് ബാക്കിയൊക്കെ എൻ്റെ തമ്പനയിൽ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഇന്നല്ലേ നാളെ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരും അത് മൈൻഡ് ചെയ്യത്തില്ല. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ തരുന്ന നമ്മുടെ കണ്ടന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊന്നും അത് വലിയ മൈൻഡ് ആക്കത്തില്ല, പോട്ട് എന്ന് വിചാരിക്കും. പക്ഷെ ചിലർ അങ്ങനെയല്ല, ചിലർ നോക്കി പിടിച്ചിട്ട് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോയി ഇതുപോലെ കണ്ടന്റുകൾ എടുത്തിട്ട് പണി മേടിക്കാതിരിക്കാനൂടെ ശ്രദ്ധിക്കുക. ഇനി മെയിൻ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ വീഡിയോസ് എങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നം ഇല്ലാതെയും വീഡിയോകൾ ഇടാനായിട്ട് സാധിക്കും. അതായത് വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ ഐഡിയാസ് ഉണ്ട്, അതിന്റെ ആ ഒരു വീഡിയോയുടെ ഐഡിയ, അതിന്റെ ടോപ്പിക്ക്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് ഐഡിയ കോപ്പി ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിയതിന് ശേഷമേ നിങ്ങളത്, അതായത് നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങളത് നിങ്ങളുടെ ചാനലിൽ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ മറ്റൊരാൾ എഴുതിയ സ്ക്രിപ്റ്റ് അതേപോലെ നിങ്ങളുടെ വീഡിയോ ആക്കാനായിട്ട് ശ്രമിക്കരുത്. പല സുഹൃത്തുക്കൾക്കുള്ള മറ്റൊരു സംശയമാണ്, മൂവി ക്ലിപ്സ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ആ മൂവി ക്ലിപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ വോയിസിൽ ഡബ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഡബ്ഡ് വീഡിയോകൾക്ക് യൂട്യൂബിൽ പോളിസി വയലേഷൻസ് ഒന്നുമില്ല. അപ്പം നിങ്ങളൊരു മൂവി ക്ലിപ്പ് എടുത്താലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡബ് ചെയ്ത്, അല്ല എന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പലർക്കും മൂവി ക്ലിപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരും. അതിന്റെ കാരണം അവർ ഒരു രീതിയിലുള്ള വാല്യൂ ആഡ് ചെയ്യാതെ ഒരു വീഡിയോ ക്ലിപ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അത് നേരെ എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്. നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ആ ഒരു മൂവി ക്ലിപ്പ് ആയിക്കോട്ടെ എന്തെടുത്തെന്ന് പറഞ്ഞാൽ അതിൽ പ്രൊവൈഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല ഇംഗ്ലീഷ് മൂവികളൊക്കെ അതിന്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ മലയാളത്തിലുണ്ട്. ഇവരൊക്കെ തന്നെ ഒരു ഫുൾ മൂവിയുടെ ക്ലിപ്പിംഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നവും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരുന്നില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഒന്നും വളരെ കുറവാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഞാൻ ചെയ്യുന്ന പോലത്തെ വീഡിയോ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ കോപ്പിറൈറ്റ് കിട്ടും. അപ്പം ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ കണ്ടന്റുകൾ നമ്മുടെ വീഡിയോകളാക്കി നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു സംഭവമാണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ചതിക്കുഴി ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ചില വിദ്വാന്മാർ എന്തെടുക്കുമെന്ന് അറിയോ, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ CC സെലക്ട് ചെയ്ത്, അതായത് ക്രിയേറ്റീവ് കോമൺ സെലക്ട് ചെയ്തിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇവർ ആ വീഡിയോ പബ്ലിക് ആക്കുന്നത്. അപ്പം നമ്മൾ പോയിട്ട് നേരെ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഉപയോഗിച്ച് കഴിയും. ഇവന്മാരെ ക്രിയേറ്റീവ് കോമൺ അങ്ങ് മാറ്റും. ക്രിയേറ്റീവ് കോമൺ മാറ്റിയതിന് ശേഷം നേരെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങ് വരും. അപ്പം ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് യൂസ് ചെയ്തതിന് ശേഷം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയവരുണ്ട്. അപ്പോൾ അങ്ങനെ ജെനുവിൻ അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്സും വിഷ്വൽസും നിങ്ങളുടെ വീഡിയോകളിൽ ഉപയോഗിക്കരുത്. അത് ചിലപ്പം ഇന്നലെ നാളെ നിങ്ങൾക്ക് പണിയാകാനുള്ള സാധ്യതയുണ്ട്. പിക്സാബി പോലെയുള്ള സൈറ്റുകൾ ഒരുപാട് വിഷ്വൽസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതേപോലെ പൈസ കൊടുത്തിട്ട് പെയ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് വിഷ്വൽസ് വാങ്ങാനുള്ള സൈറ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പം അങ്ങനെയുള്ള സൈറ്റുകൾ ഉപയോഗിക്കുക. അതല്ലാതെ യൂട്യൂബിൽ തന്നെ ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് കിട്ടുന്ന ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ അത് എന്താണ്, ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമേ അങ്ങനെയുള്ള വീഡിയോ ക്ലിപ്സ് എടുത്ത് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ വീഡിയോ കണ്ട പല ആളുകൾക്കും സംശയമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 500 ലൈക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ 500 ലൈക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ടെലഗ്രാമിൽ നമുക്കൊരു ചാനലുണ്ട്, മറക്കാതെ ടെലഗ്രാം ചാനലിലൂടെ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.